അങ്ങനെ നമ്മൾ അപ്പത്തിനുള്ള മീൻകറി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അതിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ചമ്മന്തി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചമ്മന്തി കുഴ വെച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അതൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുന്നതുകൊണ്ട് ഇതിലേക്ക് എടുത്തു വെച്ച ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ചാർത്ത് വെച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചുമന്ന് ഇടുന്നുണ്ട്. അതിലേക്ക് കരിയൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളകിനായി ഇതാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചൊരു തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ചിലപ്പോൾ ചേരുവയെന്ന് വെച്ചാൽ അരമുറി തേങ്ങയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചുമന്നുള്ളിയും ഉപ്പും ചേർത്ത് മിക്സി വെച്ച് ചതച്ചെടുക്കുക. ഇത് ചതച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ അപ്പത്തിനുള്ള ചമ്മന്തി ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയായിട്ട് നമുക്ക് അരച്ച് വെക്കാം. അങ്ങനെ നമ്മളെ മീൻകറി നോക്കാം. അങ്ങനെ നമ്മൾ മീൻകറിയും റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും വേവിച്ച് നമുക്ക് അപ്പത്തിന് ഉപയോഗിക്കാം. അതുപോലെ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച അപ്പം. അപ്പോൾ അത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ അപ്പം ഞാൻ ഉണ്ടാക്കി ശരിയായിട്ടുണ്ട്. ചമ്മന്തി അതുപോലെ മീൻകറി ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് എനിക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്.